പ്രിയപ്പെട്ടവരെ, HSA സോഷ്യൽ സയൻസ് പഠനം ടെക്സ്റ്റ് ബുക്കുകളിലൂടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. പ്രൊഫസർ PS വേലായുധൻ്റെ ലോക ചരിത്രത്തിലെ 19ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് നോക്കാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് റോമൻ റിപ്പബ്ലിക് എന്നതാണ്. ഇതിൽ ഫസ്റ്റ് റോമിൻ്റെ ആദിമ ചരിത്രമാണ് പറയുന്നത്. ഹെലനിക് ശക്തി അധപതിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ശക്തി യൂറോപ്പിൽ ഉദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിൽ ടൈബർ നദീതീരത്ത് വളർന്നു വന്ന റോമ നഗരരാഷ്ട്രമായിരുന്നു ഈ ശക്തി എന്ന് പറഞ്ഞാൽ. ആദ്യകാലങ്ങളിൽ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളെ പോലെ ആയിരുന്ന റോമ രാഷ്ട്രം പ്രബലതയിൽ നിന്ന് പ്രബലതയിലേക്ക് കുതിച്ചു കയറാൻ തുടങ്ങി. ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രവും തലസ്ഥാനമായിട്ട് റോം വളർന്നു. ഒരു വലിയ സംസ്കാര കേന്ദ്രമായിട്ട് അത് ചരിത്രത്തിൽ ശാശ്വത സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. റോമിൻ്റെ ആദിമ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹെല്ലനിക് ശക്തി അധപതിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ശക്തി റോമിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിലെ ടൈബർ നദീതീരത്ത് വളർന്നു വന്ന റോമ നഗര രാഷ്ട്രമായിരുന്നു ഈ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ. റോമ നഗരത്തിൻ്റെ ആദിമ ചരിത്രം ഇപ്പോഴും അജ്ഞാതമായിട്ടുള്ളതാണ്. ഇറ്റലിയിലെ ആദിവാസികൾ ആരാണെന്നോ അവർ എപ്പോൾ എവിടെ നിന്ന് വന്നവരാണെന്നോ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രാചീന യുഗത്തിൻ്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ ക്രൊമാഗ്നോൺ വർഗ്ഗക്കാരോട് അടുത്ത ബന്ധമുള്ള ഒരു ജനത ഇറ്റലിയിൽ വസിച്ചിരുന്നതായിട്ട് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നവീന ശിലായുഗത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്നും ഇറ്റലിയിൽ കുടിയേറി പാർത്തു തുടങ്ങിയ ജനവിഭാഗമാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. വെങ്കലയുഗത്തിൻ്റെ ആരംഭത്തിൽ പുത്തൻ ജനപ്രവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം BC 1000 ആണ്ടിനിടയ്ക്ക് ഹെല്ലൻ വർഗ്ഗക്കാരോട് അടുത്ത ബന്ധമുള്ള ഏതാനും ഇൻഡോ യൂറോപ്യൻ വർഗ്ഗക്കാർ ആൽപ്സ് പർവ്വതനിരകൾ ഭേദിച്ച് അപ്പനൈൽ പർവ്വതനിരയുടെ തെക്കു പടിഞ്ഞാറുള്ള ഫലസമൃദ്ധമായിട്ടുള്ള സമതല പ്രദേശങ്ങളിൽ പ്രവേശിച്ച് അവിടെ വാസമുറപ്പിക്കാൻ തുടങ്ങി. അവരിലെ പ്രധാന ശാഖക്കാരായിട്ടുള്ള ലത്തീൻകാർ ടൈബർ നദിയുടെ തെക്ക് ഭാഗത്തുള്ള പരപ്പ് ഭൂമിയിൽ താമസമാക്കി. അവർ അധിവസിച്ച പ്രദേശത്തിന് ലാറ്റിയം എന്ന പേര് അവർ നൽകി. റോമ നഗരം ഈ പ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ്. റോമ നഗരത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ ലത്തീൻകാരാണ്. ഇവർ സംസാരിക്കുന്ന ഭാഷ ലത്തീൻ ഭാഷ എന്നും അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ റോമ നഗരത്തിൻ്റെ ആദിമ ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റലിയിലെ ആദിമവാസികൾ ആരാണെന്നോ അവരെപ്പോൾ എവിടെ നിന്ന് വന്നവരാണെന്നോ ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അന്ത്യപാദത്തിൽ ഫ്രാൻസിലെ ക്രൊമാഗ്നോൺ വർഗ്ഗക്കാരോട് അടുത്ത ബന്ധമുള്ള ഒരു ജനത ഇറ്റലിയിൽ വസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നവീന ശിലായുഗത്തിൽ മെഡിറ്ററേനിയൻ വർഗ്ഗക്കാർ വടക്കേ ആഫ്രിക്കയിൽ നിന്നും സ്പെയിൻ, ഗ്വാൾ എന്നീ പ്രദേശങ്ങളിൽ നിന്നും ഇറ്റലിയിൽ കുടിയേറി പാർത്തു. വെങ്കലയുഗത്തിൻ്റെ ആരംഭത്തിൽ പുത്തൻ ജനപ്രവാഹങ്ങൾ ഇറ്റലിയിലേക്കുണ്ടായി. ഏകദേശം BC 1000 ആണ്ടിനിടയ്ക്ക് ഹെല്ലൻ വർഗ്ഗക്കാരോട് അടുത്ത ബന്ധമുള്ള ഏതാനും ഇൻഡോ യൂറോപ്യൻ വർഗ്ഗക്കാർ ആൽപ്സ് പർവ്വതനിരകൾ ഭേദിച്ച് അപ്പനൈൽ പർവ്വതനിരയുടെ തെക്കു പടിഞ്ഞാറുള്ള ഫലസമൃദ്ധമായിട്ടുള്ള സമതല പ്രദേശങ്ങളിൽ പ്രവേശിച്ച് അവിടെ വാസമുറപ്പിക്കാൻ തുടങ്ങി. അവരിൽ പ്രധാന ശാഖക്കാരായ ലത്തീൻകാർ ടൈബർ നദിയുടെ തെക്കു ഭാഗത്തുള്ള പരപ്പ് ഭൂമിയിൽ താമസമാക്കി. അവരെ അധിവസിച്ച പ്രദേശത്തിന് ലാറ്റിയം എന്ന പേര് വന്നു. റോമ നഗരം ഈ പ്രദേശത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. റോമ നഗരത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ ലത്തീൻകാരാണ്. അവർ സംസാരിക്കുന്ന ഭാഷ ലത്തീൻ ഭാഷ എന്നും അറിയപ്പെടാൻ തുടങ്ങി. റോമ നഗരം ടൈബർ നദിയുടെ പതനസ്ഥലത്ത് നിന്ന് 15 മൈൽ ഉള്ളിലായി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സപ്തശൈല നഗരം എന്നാണ് റോമ നഗരത്തെപ്പറ്റി പറയാറുള്ളത്. തൊട്ടുള്ള 7 കുന്നുകളിലായി വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ടാണ് ഈ നഗരത്തിന് ഈ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. റോമ നഗരം എന്നാണ് സ്ഥാപിക്കപ്പെട്ടതെന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ഒരു പെൺ ചെന്നായയുടെ വളർത്തു സന്താനങ്ങളായ റോമുലസ്, റമൂസ് എന്നീ ഇരട്ട സഹോദരന്മാർ BC 753 സ്ഥാപിച്ചതാണ് ഈ നഗരമെന്നാണ് ഈ നഗരത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ആധുനിക ചരിത്ര ലക്ഷ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് റോമ നഗരത്തിൻ്റെ ഉത്ഭവം BC 1000 ആണ്ടിന് മുമ്പല്ലെന്നുള്ളതാണ്. ലാറ്റിയം എന്ന പ്രദേശത്ത് ഉയർന്നു വന്ന പട്ടണങ്ങളിൽ പ്രമുഖ സ്ഥാനം റോമ നഗരത്തിനായിരുന്നു. റോം മറ്റു നഗരങ്ങളിലെ മേൽക്കോയ്മ സ്ഥാപിക്കുകയും
പല വെട്ടിപ്പിടുത്തങ്ങൾക്കും ശേഷം BC 6-ാം നൂറ്റാണ്ടിൽ അപ്പനൈൽ പർവ്വത സാനുക്കൾ മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ലത്തീൻ സമതല പ്രദേശം മുഴുവനായും റോമൻ ഭരണാധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ റോം മറ്റു നഗരങ്ങളിൽ മേൽക്കോയ്മ സ്ഥാപിക്കുകയും പല വെട്ടിപ്പിടുത്തങ്ങൾക്കും ശേഷം BC 6-ാം നൂറ്റാണ്ടിൽ അപ്പനൈൽ പർവ്വത സാനുക്കൾ മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ലത്തീൻ സമതല പ്രദേശം മുഴുവനായിട്ട് റോമൻ ഭരണാധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായിട്ട് പരിഷ്കാരവും അധികാരവും ഉയർന്നു വരുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് റോമ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. ഇറ്റലിയുടെ വടക്കേ അറ്റത്തു നിന്നും തെക്കേ അറ്റത്തേക്കുള്ള പാതയുടെ മധ്യഭാഗത്ത്, നാവിക സൗകര്യമുള്ള ടൈബർ നദിയുടെ തീരഭാഗത്ത് ഫലസമ്പുഷ്ടമായ സമതലങ്ങളാൽ ചുറ്റപ്പെട്ട് ശത്രുക്കൾക്ക് പ്രവേശിക്കുവാൻ പ്രയാസമുള്ള കുന്നുകളാൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്തിരുന്ന റോമ നഗരം ഉയർന്നു വന്ന് ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപസ്ഥാനം സമ്പാദിച്ചു. ലത്തീൻകാരെ കൂടാതെ എട്രസ്കന്മാർ എന്നു പേരായ മറ്റൊരു പ്രബല ജനവിഭാഗം ഏകദേശം BC 10-ാം ശതകത്തിൽ ടൈബർ നദിയുടെ വടക്കുഭാഗത്തുള്ള പ്രദേശങ്ങളിൽ കുടിയേറി പാർത്തു. ഇവർ പശ്ചിമേഷ്യയിൽ നിന്ന് കടൽ വഴി വന്നവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇവരാദ്യം ഇറ്റലിയുടെ പശ്ചിമ തീരങ്ങളിൽ പാർപ്പിടമുറപ്പിച്ച് ക്രമേണ ടൈബർ നദിയുടെ വടക്കുഭാഗത്തുള്ള സമതലങ്ങളിലേക്ക് വ്യാപിച്ച് ഒരു പരിഷ്കൃത ജനതയായിട്ട് പുരോഗതി പ്രാപിച്ചു. ഇവർ അധിവസിച്ചിരുന്ന സ്ഥലം എട്രൂറിയ എന്ന പേരിൽ അറിയപ്പെട്ടു. ലത്തീൻകാരെ തോൽപ്പിച്ച് എട്രസ്കൻ രാജാക്കന്മാർ റോമ രാജ്യം ഭരിച്ചു. എന്നാൽ BC 6-ാം നൂറ്റാണ്ടിൽ ലത്തീൻകാർ റോമ നഗരത്തിൽ നിന്ന് എട്രസ്കന്മാരെ തോൽപ്പിച്ചോടിച്ച് തങ്ങളുടെ ആധിപത്യം പുനഃസ്ഥാപിച്ചു. എങ്കിലും എട്രസ്കന്മാരിൽ നിന്ന് ലത്തീൻകാർ പലതും പഠിച്ചു. പൗരാണിക പൗരസ്ത്യ സംസ്കാരങ്ങളും ഇറ്റലിയും തമ്മിൽ കൂട്ടിണക്കിയ കണ്ണി എട്രസ്കന്മാരായിരുന്നു. അവർക്ക് പുരാതന കാലം മുതലേ ഗ്രീക്കുകാരുമായിട്ട് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. സമരതന്ത്രങ്ങളും ചിത്രകലാ ശൈലികളും കൊത്തുപണികളും എട്രസ്കന്മാർ വഴിയാണ് ഇറ്റലിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോമക്കാരുടെ ആർച്ചും കമാനവും എട്രസ്കന്മാരുടെ സംഭാവനകളാണ്. ജന്തുബലി നടത്തി ബലി ചെയ്യപ്പെട്ട ജന്തുവിൻ്റെ കരളിൽ കാണപ്പെടുന്ന ചില അടയാളങ്ങൾ വ്യാഖ്യാനിച്ച് ഭാവി ഫലം പറയുന്ന ആചാരം റോമക്കാരുടെ ഇടയിൽ അവതരിപ്പിച്ചത് എട്രസ്കന്മാരാണ്. തെക്കേ ഇറ്റലിയിലും ഇറ്റലിയുടെ ഭാഗങ്ങളായ സിസിലി ദ്വീപിലും BC 8-ഉം 7-ഉം നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് കോളനികൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് ഗ്രീക്ക് സംസ്കാരം ഇറ്റലിയിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു ഉപാധിയായിരുന്നു. BC 4-ാം നൂറ്റാണ്ടിൽ ഗ്വാൾ വർഗ്ഗക്കാർ എന്നൊരു വിദേശീയ ജനത ഇറ്റലിയിൽ തള്ളിക്കയറി റോമ നഗരം ആക്രമിച്ചു. എന്നാൽ നഗരവാസികൾ വീരോചിതമായിട്ട് ചെറുത്തു നിൽക്കുകയും ഒടുവിൽ പട്ടിണി കൊണ്ട് പരവശരായ ഗ്വാളുകൾ പിന്മാറാൻ നിർബന്ധരാകുകയും ചെയ്തു. ഇതിനുശേഷമാണ് റോമ നഗരത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള രാജ്യവിസ്തൃതി ഉണ്ടായിട്ടുള്ളത്. റോമൻ റിപ്പബ്ലിക്കിൻ്റെ ഉദയത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക്